ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സർക്കുലാർ കറൻറ്റ് ലൂപ്പ്. ആ കറൻറ്റ് ലൂപ്പ് ഇപ്പോൾ ഇതാണ് സർക്കുലാർ കറൻറ്റ് ലൂപ്പ് എങ്കിൽ ഇതിൻ്റെ റേഡിയസ് ഓഫ് ദ കറൻറ്റ് ലൂപ്പ് ക്യാപിറ്റൽ R ആണ്. ഇതിൻ്റെ ആക്സിസ് ഓഫ് ദി സെൻറ്റർ ഓഫ് ദ ലൂപ്പ് നമ്മൾ ഇതിനെ ഈ ലൂപ്പിനെ വെച്ചിരിക്കുന്നത് YZ പ്ലെയിനിലാണ്. അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് ആക്സിസ് ഓഫ് ദി സർക്കുലാർ ലൂപ്പ്. ഈ ആക്സിസിലുള്ള ഒരു പോയിൻ്റാണ് P. അപ്പോൾ ഈ ആക്സിസിലുള്ള പോയിൻ്റാണ്, ഇവിടെയാണ് പോയിൻ്റ് P. ഈ പോയിൻ്റ് Pൻ്റെ ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി ലൂപ്പ് ഈസ് X. അത് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. P ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് X ഫ്രം ദി സെൻറ്റർ ഓഫ് ദ ലൂപ്പ്. ഇനി നമ്മൾ ഇവിടെ ഒരു എലമെൻ്റ് എടുക്കുന്നു. ഈ ഭാഗത്തുള്ള ഒരു എലമെൻ്റ് DL. ഈ DL എലമെൻ്റ് കാരണം ഈ പോയിൻ്റ്, ഇവിടെയുള്ള പോയിൻ്റ് Pയിൽ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ വി ആർ യൂസിങ് ദ ബയർഡ്-സവാർട്സ് ലോ. അപ്പോൾ ബയർഡ്-സവാർട്സ് ലോ അനുസരിച്ച് നമുക്കറിയാം DB ഈസ് ഈക്വൽ ടു μ0/4π IDL sin θ ബൈ R². സോ ദ കറൻറ്റ് ഇൻ ദിസ് ലൂപ്പിലുള്ള കറൻറ്റ് I ആണ്. ഇനി DL എന്ന് പറയുന്നത് ഇവിടെ ഈ ഭാഗത്തുള്ള ഒരു എലമെൻ്റാണ്. അതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് DL. അപ്പോൾ ഈ R എന്ന് പറയുന്ന വെക്റ്റർ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. ഈ DL എലമെൻറ്റും പോയിൻ്റ് Pയും തമ്മിലുള്ള ലൈനാണ് R എന്ന് പറയുന്നത്. നമുക്ക് ഇതിനെങ്ങനെ 2 ഡയമെൻഷനിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെയാണ് കാണിക്കാൻ പറ്റുള്ളൂ. ഇനി വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ DL ആൻഡ് വെക്റ്റർ R? DL എന്ന് പറയുന്ന എലമെൻറ്റ് ഇവിടെ എലോങ് ദ ടാൻജൻ്റ് ആണ്. അതുകൊണ്ട് DL എന്നുള്ള എലമെൻറ്റും ഈ R എന്നുള്ള വെക്റ്ററും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് DB ഈസ് ഈക്വൽ ടു μ0/4π I ഇൻറ്റു DL ക്രോസ് വെക്റ്റർ R എന്നുള്ളത് നമുക്ക് അതിനെയാണ് DL R sin 90 എന്ന് വരും. ഡിവൈഡഡ് ബൈ DL ക്രോസ് വെക്റ്റർ R ആണെങ്കിൽ നമ്മൾ R³ നടും. അപ്പോൾ ഇവിടെ IDL sin θ എന്നുള്ള θ 90 ഡിഗ്രി ഡിവൈഡഡ് ബൈ R². ഇനി ഇത് 90 ഡിഗ്രി വരാൻ ഉണ്ടായ കാരണമാണ് പറഞ്ഞത്. DL എന്ന് പറയുന്ന എലമെൻറ്റ് ഇങ്ങനെ വരുമ്പോൾ ഈ എലമെൻ്റ് എന്ന് പറയുന്നത് എലോങ് ദ ടാൻജൻ്റ് ആണ്. അപ്പോൾ ഈ ഗ്രീൻ ടോപ്പാണ് ആ എലമെൻ്റ് എന്ന് വെച്ചാൽ ഈ ലൈൻ ജോയിനിങ് ദി എലമെൻറ്റ് ടു ദ പോയിൻ്റ് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ എപ്പോഴും ഈ ടാൻജൻറ്റും ഇപ്പോൾ ഇതാണ് ടാൻജൻറ്റും ഇതും തമ്മിലുള്ള ആംഗിൾ ഇവിടെ എപ്പോഴും 90 ഡിഗ്രിയേ വരുള്ളൂ. ഈ ലൈന് ഇതാണ് ടാൻജൻ്റ് എങ്കിൽ ഇത് നമ്മളിത് എങ്ങനെ വളഞ്ഞാലും തിരിഞ്ഞാലും ഇത് YZ, ഈ എലമെൻറ്റ് DL എന്ന് പറയുന്നത് YZ പ്ലെയിനിലും ഈ R എന്ന് പറയുന്ന വെക്റ്റർ XY പ്ലെയിനിലുമാണ് വരുന്നത്. XY പ്ലെയിനിലാണ് R വരുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ ഈസ് ഓൾവേസ് 90 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ ടാൻജൻറ്റ് പറയുമ്പോൾ ഈ ഡയറക്ഷനിലാണ് ടാൻജൻറ്റ് വരുന്നത്. ഈ ടാൻജൻറ്റും ഇതിപ്പോൾ ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻറ്റ് ആൻഡ് the vector R is always 90 degree. So this is IDL sin 90 by R². ഇനി DB എന്നുള്ളതിൻ്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ബോത്ത് DL ആൻഡ് R. DL ക്രോസ് R എന്നായതുകൊണ്ട് DLനും Rനും പെർപെൻഡിക്കുലർ ആയിട്ട് DB വരച്ചു. ഈ DB എന്നുള്ള വെക്റ്ററിനെ നമുക്ക് 2 കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. DBX എലോങ് X ആക്സിസ്, അതുപോലെ Y കമ്പോണൻ്റ് DB പെർപെൻഡിക്കുലർ. ഇനി ഇതിൽ ഈ DL എന്നുള്ള മുകളിലുള്ള പോലെ താഴെ ഒരു DL എലമെൻ്റ് ഉണ്ട്. ഈ മൊത്തം സർക്കുലാർ ലൂപ്പ് ക്യാരിയിങ് കറൻറ്റ് I. ഈ ലൂപ്പിനെ നമുക്ക് ചെറിയ ചെറിയ DL എലമെൻറ്റുകളാക്കി ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഒരു DL എലമെൻറ്റ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആദ്യം കണ്ടുപിടിച്ചു. അതിനുശേഷം സിഗ്മ സമ്മേഷൻ ചെയ്യാം. അപ്പോൾ ഈ DL എലമെൻറ്റിന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റായിട്ട് വേറൊരു DL എലമെൻ്റ് ഉണ്ട്. ആ DL എലമെൻറ്റ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് DL ആൻഡ് വെക്റ്റർ R, ദാറ്റ് ഈസ് അലോങ് ദിസ് ഡയറക്ഷൻ, താഴത്തേക്കാണ് വരിക.
അപ്പോൾ ഈ ഡി ബി എന്നുള്ളതിനെ, ഈ വെക്റ്റർ ഡി ബി ഇതിനെ 2 കമ്പൗണ്ട് ആക്കുമ്പോൾ ഒരു ഡി ബി എക്സും വരും, താഴത്തേക്ക് ഡി ബി പെർപെൻഡിക്കുലറും വരും. ഈ വെർട്ടിക്കൽ കമ്പോണൻസ് രണ്ടും ക്യാൻസലായി പോവും. ഹൊറിസോണ്ടൽ കമ്പോണൻസ് വിൽ ആഡ് അപ്പ്. അപ്പോൾ ഡി ബി എക്സ് എന്ന് പറയുന്ന കമ്പോണൻസ് ആണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡി ബി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡി ബി കോസ് തീറ്റയാണ്. ഇനി വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കോസ് തീറ്റ? കോസ് തീറ്റ ഈ ആംഗിളാണ് തീറ്റ, ഇവിടെയുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ കോസ് തീറ്റ പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് ക്യാപിറ്റൽ ആർ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് സ്മോൾ ആർ. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ. ഇനി ഡി ബി എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. μ0/4π I ഇൻറ്റു ഡി എൽ സൈൻ 91 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. പിന്നെ അതിൻ്റെ കൂടെ ഈ കോസ് തീറ്റ പറയുമ്പോൾ ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ എന്നുള്ളതും കൂടെ ആഡ് ചെയ്യണം. ഇനി സ്മോൾ ആർ ഈ ട്രയാങ്കിളിൽ നിന്ന്, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, or r is equal to square root of r square plus x square. സ്ക്വയർ റൂട്ട് ഓഫ് എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ റേസ് ടു 1/2 എന്ന് എഴുതി. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി എക്സ് എന്ന് പറയുന്നത് μ0/4π I ഡി എൽ ഡിവൈഡ് ഇൻറ്റു ക്യാപിറ്റൽ ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബാണ്. അതിൽ ആർ പറയുന്നത് എക്സ് സ്ക്വയർ ആദ്യം എഴുതുക. എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ റേസ് ടു ഹാഫാണ്. അതിന് ആ ഹാഫിനെ നമ്മൾ, ഇത് ക്യൂബാണ് അല്ലേ, ആർ ഇവിടെ ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ ആർ ക്യൂബ് എന്നാണ് വരുന്നത്. നമുക്ക് ആർ എന്ന് പറഞ്ഞാൽ ഈ എക്സ് സ്ക്വയർ പ്ലസ് ഇത് റേസ് ടു 1/2 ആണ്. അതിന് ക്യൂബ് ചെയ്യുക പറഞ്ഞാൽ റേസ് ടു 3/2 ആയി. 1/2 ഇൻറ്റു 3 ഇത് ചെയ്യുമ്പോൾ 3/2 എന്ന് വരും. അപ്പോൾ ഇതാണ് ഡി ബി എക്സ്. It is due to the small element dl. Now we have to find the magnetic field due to the whole loop, whole circular loop. കണ്ടുപിടിക്കാൻ B is equal to sigma dbx. അല്ലേ? അപ്പോൾ ഇതിലെ കോൺസ്റ്റൻസ് ഒക്കെ പുറത്തേക്ക് എടുത്ത് എഴുതി. μ0/4π. കറണ്ട് ആയി ഒരു കോൺസ്റ്റൻ്റ് ആണ്. റേഡിയസ് ഓഫ് ദ സർക്കുലർ ലൂപ്പ് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ എക്സ് സ്ക്വയർ, ആ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് പി ഫ്രം ദ സെൻറ്റർ ഓഫ് ദി ലൂപ്പാണ് എക്സ്, അത് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഇവിടെ സമ്മേഷൻ എന്തിൽ മാത്രമേ ചെയ്യേണ്ടുള്ളൂ? സിഗ്മ ഡി എൽ ലെങ്ത്ത് മാത്രമാണ് സം ചെയ്ത് എഴുതണ്ടുള്ളൂ. ഇല്ലേ? ഈ ഡിസ്റ്റൻസ് എക്സ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ദ ലൂപ്പിൽ നിന്ന് പോയിൻ്റ്, ഇത് പോയിൻ്റ് പി ആണ്, പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എക്സ് എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ μ0/4π I r സിഗ്മ ഡി എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി ഹോൾ ലൂപ്പ്, അതായത് സർക്കംഫറൻസ് ഓഫ് ദ ലൂപ്പ് ഈക്വൽ ടു 2πr ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ റേസ് ടു 3/2. ഇനി ഇതിലെ പൈ ക്യാൻസലായി പോയി, 2ഉം 4ഉം കൂടെ ക്യാൻസലായി. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫോർമുല μ0 I r സ്ക്വയർ ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ റേസ് ടു 3/2. അപ്പോൾ ദിസ് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ സർക്കുലാർ ലൂപ്പ്. ഈ സർക്കുലാർ ലൂപ്പിൽ നമ്മൾ ഒരു ടേൺ ആണ് കൺസിഡർ ചെയ്തത്. ഇനി ഇതുപോലെ n ടേൺസ് ഉണ്ടെങ്കിൽ ഈ ഫോർമുലയിൽ എന്താണ് വ്യത്യാസം വരിക? ഇവിടെ μ0 ni ക്യാപിറ്റൽ N ടേൺസ് ഉണ്ടെങ്കിൽ μ0 ni r സ്ക്വയർ ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ റേസ് ടു 3/2. ഇനി വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ലൂപ്പ്? അത് കണ്ടുപിടിക്കാൻ എക്സ് ആണ് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ. അപ്പോൾ ആ ഡിസ്റ്റൻസ് എക്സ് 0 ആയാൽ നമുക്ക് സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 I r സ്ക്വയർ ബൈ 2 ഇൻറ്റു എക്സ് 0 ആയി. അപ്പോൾ പിന്നുള്ളത് എന്താണ്? ആർ സ്ക്വയർ റേസ് ടു 3/2. 2ഉം 2ഉം ക്യാൻസലായി. അപ്പോൾ ആർ ക്യൂബായി അല്ലേ? താഴത്ത് ഈ 2 ക്യാൻസലായി, ഇവിടെ ആർ ക്യൂബായി. അതായത് μ0 I ആർ സ്ക്വയറും താഴെയുള്ള ഇവിടെ ആർ സ്ക്വയർ ആണുള്ളത് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആർ ക്യൂബാണ്.
അപ്പോൾ ആർ സ്ക്വയറോ ആർ ക്യൂബും ക്യാൻസൽ ചെയ്താൽ താഴത്ത് വെറും ആർ എന്ന് മാത്രം വരും. സോ ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ എന്ന് പറയുന്നത് μ0 I ഡിവൈഡഡ് ബൈ 2R. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി സർക്കുലാർ ലൂപ്പ്.